പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിറയെ ചക്കകളുള്ള ഒരു പ്ലാവാണിത്. ധാരാളം ചക്കകൾ നിറഞ്ഞു നിൽക്കുന്ന പ്ലാവെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിറ്റാമിൻ എയും സിയും ധാരാളം ഉള്ള പഴങ്ങൾ നിറഞ്ഞ ഒരു ഫലവൃക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്ലാവിനെ പറയാം. ഇനി ചക്കകൾ കാണുമ്പോൾ പറയണം കേട്ടോ, ഇതിനകത്ത് ഇഷ്ടംപോലെ വൈറ്റമിൻ എയും സിയുമാണെന്ന്. നമ്മുടെ നാട്ടിൽ പണ്ടുകാലം മുതൽക്ക് തന്നെ പ്ലാവിന് പ്രത്യേകിച്ച് യാതൊരുവിധ പരിചരണവും ആരും തന്നെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പണ്ടുകാലങ്ങളിൽ ആരും തന്നെ പ്ലാവ് നടുന്നതായി അധികം കണ്ടിട്ടില്ല. ഒരു ചക്കക്കുരു വീണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചക്കക്കുരു ഇട്ടോ താനെ മുളച്ചു പൊങ്ങുന്നതായിരിക്കും മിക്കവാറും പഴയ കാലത്തെ പ്ലാവുകളെല്ലാം. ചക്കയെ ചുറ്റിപ്പറ്റി ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഒരു ചക്ക വീണ് മുയൽ ചത്തെന്ന് കരുതി എല്ലാ ചക്ക വീടുമ്പോഴും മുയൽ ചാകണമെന്നില്ല. ഗ്രഹണി പിടിച്ചവർക്ക് ചക്ക കൂട്ടിയാൽ കിട്ടിയ പോലെ അഴകുള്ള ചക്കയിൽ ചുളയില്ല, ചക്ക കൊണ്ട് തന്നെ ചുക്കുവെള്ളം, ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട്. നമുക്ക് ചെറിയൊരു ചക്ക അവിയൽ ഉണ്ടാക്കാം. തേങ്ങ, ഒരൽപ്പം കുരുമുളക്, ഒരൽപ്പം വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരൽപ്പം ഉപ്പുപൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി അരയ്ക്കുക. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചക്ക നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അരിഞ്ഞ് എടുക്കാവുന്നതാണ്. നീളത്തിലോ വട്ടത്തിലോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മളിവിടെ നീളത്തിലാണ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചക്കയുടെ വിശേഷങ്ങളും ചക്ക പഴഞ്ചൊല്ലും ഒക്കെ പറഞ്ഞു എന്നതിനിടെ ആ കാര്യം പറയാൻ വിട്ടുപോയി. ചക്ക ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഈ ചക്ക അവിയലും ചക്ക എങ്ങനെയാണ് അരിയുന്നതും ഒക്കെ. ഈ ചക്ക അവിയലിന് വേണ്ടിയിട്ട് കൂഴച്ചക്ക പോലത്തെ ചക്കകളാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത്. വരിക്കച്ചക്ക പഴുത്തു കഴിഞ്ഞാൽ വളരെയധികം മധുരമുള്ളതും പ്രത്യേകിച്ച് ഒട്ടിപ്പിടിക്കാത്തതുമായതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടം വരിക്കച്ചക്ക പഴത്തോടു കൂടി കഴിക്കാനാണ്. കൂഴച്ചക്ക പഴുത്തു കഴിഞ്ഞാൽ ഒരു വല വലിയുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കാർക്കും കൂഴച്ചക്ക പഴുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാനും വലിയ താല്പര്യമില്ല. അരച്ചെടുത്ത അരപ്പ് നമുക്ക് നന്നായി ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എത്രമാത്രം ചക്കയുണ്ട് അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന അളവുകൾ കൂട്ടിയാൽ മതിയാകും. അതിനുശേഷം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചക്ക അവിയൽ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്.